ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എന്താണ് വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെ, നമ്മൾ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ 37 വീക്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വൈകിക്കുന്നില്ല, ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബാഗിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കുഞ്ഞിനുള്ള സാധനങ്ങൾ കാണിക്കുന്നില്ല. ഞാൻ കുഞ്ഞിനുള്ള സാധനങ്ങൾ വാങ്ങിയതൊക്കെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഓടിപ്പോയി കണ്ടിട്ട് വരണേ. അപ്പോൾ ഇതാ കുഞ്ഞിനുള്ള സാധനങ്ങൾ നമ്മൾ ഈ ഒരു ബോക്സിലാണ് ആക്കിയിട്ടുള്ളത്. ആ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയപ്പർ മാത്രമേ ഞാൻ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുള്ളൂ. അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പാക്കറ്റ് ഡയപ്പർ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. പാമ്പേഴ്സിൻ്റെ ന്യൂ ബോൺ സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡയപ്പർ മാത്രം ഞാൻ എക്സ്ട്രാ വാങ്ങി വെക്കുന്നുണ്ട്. ബാക്കി ഒന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഞാൻ അന്നെല്ലാം എന്തൊക്കെയാണ് ഞാൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിയെന്നുള്ളത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടിരിക്കട്ടെ. കുഞ്ഞിനുള്ളതപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെയാണ് വേണമെന്നുള്ളതാണ് ഞാൻ അടുത്ത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചത്. ഞാനിത് മോളെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വാങ്ങിയ ബാഗാണ്. 4 വർഷമായി, ഒരു കുഴപ്പമില്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാഗാണ്. അപ്പോൾ ഞാൻ ഈ ബാഗ് തന്നെയാണ് ഈ വർഷവും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിനകത്ത് വെക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് ഞാനൊരു 3 ബെഡ്ഷീറ്റാണ് എടുക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ടവലും കൂടെ എടുക്കുന്നുണ്ട്. അതൊരു കുഞ്ഞു ടവലാണ്. അങ്ങനെ ഈ ഒരു ടൈപ്പ് 2 ടവലും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടീസിനെയൊക്കെ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. 2 പേരെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റും ടവലും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇങ്ങനെ 2 ടവലും എടുക്കുന്നുണ്ട്, 3 ബെഡ്ഷീറ്റും എടുത്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ഷീറ്റായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുട്ടീസൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്കിപ്പം അറിയാൻ പറ്റില്ല, നോർമലാണോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പം 3 ദിവസത്തേക്കുള്ള സാധനങ്ങളാണ് ഞാൻ പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വന്ന് എടുക്കാമല്ലോ. അപ്പോൾ തൽക്കാലം ഞാനിവിടെ 3 ബെഡ്ഷീറ്റും 2 ടവലും എടുക്കുന്നുണ്ട്. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാനായിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ എടുക്കുന്നില്ല. നമുക്ക് അതെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ് തരുന്നത്. അപ്പം ഞാൻ തിരിച്ചിട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് മാത്രം എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഹോസ്പിറ്റൽ ഡ്രസ്സായിരിക്കും നമ്മൾ ഈ 3 അല്ലെങ്കിൽ 4 ദിവസമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ഡ്രസ്സായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുത്തില്ല. അണ്ടർ സ്കേർട്ടും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഈ ഒരു കുഞ്ഞ് കവറിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഫുൾ ടൈം എന്തായാലും ഹോസ്പിറ്റലായിരിക്കും. അമ്മയും ചേട്ടനും കുട്ടികളും ഒക്കെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഈ ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഷർട്ടും പിന്നെ ലുങ്കി ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ചേട്ടൻ്റെ ലുങ്കിയും ഷർട്ടും ഒക്കെ ഈ ഒരു കവറിലാക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ എല്ലാം സെപ്പറേറ്റ് ഓരോ കവറിലാക്കിയാണ് വയ്ക്കുന്നത്. കാരണം അവർക്ക് എടുക്കാൻ എളുപ്പത്തിന്, ഇല്ലെങ്കിൽ എല്ലാവരും ബാഗ് തപ്പി ഫുള്ള് വലിച്ചു വാരിയിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോ കവറിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ ചേട്ടനുള്ള ഡ്രസ്സ് ഞാൻ ഇതുപോലെ ഒരു കവറിലാക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കുട്ടീസിൻ്റെ ഡ്രസ്സും ഞാൻ ഇതുപോലെ ഓരോ കവറിലാക്കിയാണ് വയ്ക്കുന്നത്. തിരിച്ച് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഇടാനായിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും അടിയിലാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അത് ഏറ്റവും ലാസ്റ്റ് ദിവസം മതിയായിരിക്കുമല്ലോ ഈ ഡ്രസ്സൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് തോർത്ത് അത് എടുക്കുന്നുണ്ട്. ഒരു 4 തോർത്തോളം ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും തോർത്തൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊരു 4 എണ്ണം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ എൻ്റെയും ചേട്ടൻ്റെയും മക്കളുടെയും ഡ്രസ്സുകളും സാധനങ്ങൾ മാത്രമാണ് വയ്ക്കുന്നത്. അമ്മയ്ക്കുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അമ്മയ്ക്കുള്ളത് അമ്മ സെപ്പറേറ്റ് അവിടെ നിന്ന് എടുക്കും. അപ്പം അമ്മ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരും. അപ്പം ഞാൻ അതൊന്നും ഈ ബാഗിൽ വയ്ക്കുന്നില്ല. അമ്മയ്ക്കുള്ളത് സെപ്പറേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു ബാഗിൽ വയ്ക്കുന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സാധനം എടുത്തിട്ടുള്ളത് ഈ ഒരു ഷോളാണേ. ഇത് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ഇതെങ്ങനെ ഇട്ട് ഫീഡ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഷോളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബട്ടണുണ്ട്. അപ്പോൾ നമുക്ക് ഷോളായിട്ട് യൂസ് ചെയ്യാം. ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹെൽപ്പായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് മീഷോ ഒന്ന് വാങ്ങിയതാണേ. അപ്പോൾ എക്സ്ട്രാ ഞാൻ ഈ ഒരു ഷോളും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അടുത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു കവറിലായിട്ട് നമുക്ക് 4 പേർക്ക് യൂസ് ചെയ്യാനായിട്ട് ബ്രഷ് എടുക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് പേസ്റ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ഇതാ ഈ കുഞ്ഞ് സോപ്പും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് ഈ ഒരു ബോട്ടിലിൽ എണ്ണയും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീസിനെയൊക്കെ കുളിപ്പിക്കണം, പിന്നെ എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ
ഒരു ചെറിയ ബോട്ടിൽ എണ്ണയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം പാഡാണ്. അപ്പം നമുക്കിപ്പോൾ എന്തായാലും ബ്ലീഡിങ്ങും കാര്യങ്ങളായതുകൊണ്ട് പാഡ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോർമൽ പാഡാണ് എടുത്തിരിക്കുന്നത്. മെറ്റർണിറ്റി പാഡ് എന്തായാലും ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുമല്ലോ, ഒരു കവർ തരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല, മെറ്റർണിറ്റി പാഡ് വാങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നേയും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വാങ്ങിച്ച് വെച്ചിട്ടില്ല. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ടൈമിൽ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല. അല്ലാതെ നോർമൽ പാഡ് നമുക്ക് അതിന് ഹെവി ബ്ലീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ പാഡ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ പാഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് കവർ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4-5 കവറൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് കൊടുത്ത് വിടണമെങ്കിൽ വീട്ടിൽ കൊടുത്ത് വിടാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കവറൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാലോ വേസ്റ്റ് ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കവർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളത്, ഞാൻ അഡ്മിറ്റ് ആവാൻ പോകുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. അതായത് May 16 ആണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ May 15 ആണ് നമ്മളോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് May 15 അഡ്മിറ്റ് ആവാം എന്ന് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാനിങ്ങും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബാഗിനകത്ത് എല്ലാം എടുത്ത് വെച്ച് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ് ബാഗിൽ. വീഡിയോ എടുക്കാനായിട്ടാണ് എല്ലാം പുറത്തെടുത്ത് വെച്ചത്. അപ്പം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച സമയത്ത് കുട്ടീസ് എല്ലാം 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവർ കാണാതെയാണ് ഞാൻ കുറച്ച് ബലൂണ് എടുക്കാനായിട്ട് ഈ ഒരു പമ്പും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിപ്പം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മൾ 15-ന് ഈവനിങ് ആയിരിക്കും അഡ്മിറ്റ് ആവുന്നത്. 16-ാം തീയതി മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 16-നായിരിക്കും നമുക്ക് ഡെലിവറി ഉണ്ടാവുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതല്ല, ലേറ്റായിട്ടാണ് ലേബർ റൂമിൽ പോകുന്നതെങ്കിൽ ചെറിയൊരു കേക്ക് വാങ്ങി ഈ ബലൂണൊക്കെ പെരുക്കി ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ആളെ ഒന്ന് ഹാപ്പി ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വീട്ടിലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, ഹോസ്പിറ്റലാണ് ആവുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തോ ആ ഒരു സന്തോഷമുണ്ട്. കാരണം അന്ന് തന്നെ കുഞ്ഞുമാമയും വരുവാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഡെലിവറി എപ്പോഴാണെന്നോ ചിലപ്പോൾ ഇനി 17 ആണോ അങ്ങനെയൊന്നും അറിയത്തില്ല. എന്തായാലും 15 അഡ്മിറ്റ് ആകുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അറിയാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ബലൂണും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ബലൂണ് ബ്ലൂ വൈറ്റ് കളറാണ് എടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുമാമേനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ കുറച്ച് ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ബ്ലൂവും വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നേ. അതിനെയാണ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ ബർത്ത്ഡേയും വരെയല്ലേ, നമുക്ക് അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതെന്തായാലും ഞാൻ പിന്നെ വേറെ ഒന്നും വാങ്ങാനായിട്ട് നിന്നില്ല, അത് എന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും കുഞ്ഞിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത് വെക്കാം. വീട്ടിലാകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എക്സ്ട്രാ ഞാൻ ആ ഒരു കാര്യം മാത്രമേ എടുത്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഒന്നും വാരി വലിച്ചൊന്നും എടുത്തിട്ടില്ല. ഞാൻ നമ്മുടെ ഡ്രസ്സ്, അത്യാവശ്യം ബെഡ്ഷീറ്റ്, പിന്നെ പേസ്റ്റ്, ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിനും ഞാൻ അത്യാവശ്യം അപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിനകത്ത് വെക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഒരുപാട് അനാവശ്യം എൻ്റെ ഒരുപാട് ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്നും വേണ്ട. കാരണം നമ്മൾ എന്തായാലും ഹോസ്പിറ്റൽ ഡ്രസ്സാണ് എനിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സിന് വേണ്ട, ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സും ഞാൻ തിരിച്ചിട്ടുകൊണ്ട് വീട്ടിലോട്ട് വാവയും കൊണ്ട് വരുന്ന ആ ഒരു ടൈമിൽ ഇടുന്ന ഡ്രസ്സ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് വേറെ ബക്കറ്റോ മഗ്ഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് പിന്നെ ഇത്രയും സാധനങ്ങൾ മതിയായിരിക്കും. അപ്പോൾ അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളാണ് ബാഗിനകത്തോട്ട് വെക്കുന്നത്. അങ്ങനെ നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ സെറ്റായി. ഇനി ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗ് കൂടി എടുക്കുന്നുണ്ട്. ഇതിൽ ഇങ്ങനൊരു കുഞ്ഞു ചീപ്പ്, 2-3 ബണ്ണില്ലേ, ഹെയർ ബണ്ണ്, പിന്നെ ഒരു ചെറിയ കരിയും ചെറിയൊരു ലിപ് ബാം, ഇത്രയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഫയൽ വയ്ക്കണം, ഞാൻ എടുത്തില്ല, അത് നമുക്ക് പോകുമ്പോൾ എടുക്കാം. അപ്പോൾ അത് എടുത്ത് വയ്ക്കണം. പിന്നെ ഫോണിൻ്റെ ചാർജർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടാണ് ഈ ഒരു ഹാൻഡ് ബാഗ് കൂടെ കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോണിൻ്റെ ചാർജർ, ഹോസ്പിറ്റലിലെ ഫയലും, ചീപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഈ ഇത്രയും സാധനങ്ങൾ മതിയായിരിക്കും. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും വ്യത്യാസമായിരിക്കും
ഓരോ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മുടെ ഈ ഡേറ്റ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്നാണ് തരുന്നതെന്നാണ് പറഞ്ഞത്. അഡ്മിറ്റ് ആവുന്നതിൻ്റെ അന്ന് മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെ എൻ്റെ ഡ്രസ്സ്, പിന്നെ എനിക്കുള്ള ബെഡ്ഷീറ്റ് എല്ലാം അവിടെ നിന്നായിരിക്കും. പിന്നെ കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ കുഞ്ഞിനുള്ള ഡ്രസ്സ്, പിന്നെ സോക്സ്, മിറ്റൻസ്, ക്യാപ്പ്, കുഞ്ഞിനൊരു ടവല്, അതിൽ അങ്ങനെ ആയിരിക്കും അവർ നമുക്ക് വാവയും തരുന്നത്. അപ്പോൾ കുഞ്ഞിന് ആ ടൈമിൽ നമുക്ക് അവിടെ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് റൂമിൽ വന്നതിന് ശേഷം മാത്രമേ കുഞ്ഞിന് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഡെലിവറി കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് അവിടുത്തെ ടവലിലും അവിടുത്തെ ഡ്രസ്സിലും ഒക്കെ ഇട്ടായിരിക്കും നമുക്ക് വാവയെ ഇങ്ങോട്ട് കയ്യിലോട്ട് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നത്. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വീട്ടിൽ വന്ന് എടുക്കുക വാങ്ങുകയും ചെയ്യാം. അപ്പോൾ എന്നോട് അവർ ഇങ്ങനെ എനിക്കും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കൂടുതലും മക്കളുടെയും ചേട്ടൻ്റെയും ഡ്രസ്സും ബാക്കി കാര്യങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ, ഒരു സിമ്പിൾ കുഞ്ഞ് ബാക്ക് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണോ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ ഡെലിവറി ടൈമിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അത് മനസ്സിലാക്കി എല്ലാ സാധനവും വാങ്ങി വെച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുത്ത കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.